ലോകത്തെങ്ങും ഇന്ന് ഭാരതത്തിൻ്റെ യോഗ എന്ന് പറയുന്ന ഒരു സാധനാ പദ്ധതി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ച് അതിനെ അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. യോഗ കൊണ്ട് വാസ്തവത്തിലൊരു മതാതീതമായ ഒരു കാഴ്ചപ്പാട്, ലോകം മുഴുവൻ മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമൊക്കെ ചെയ്തിരിക്കുമ്പോൾ അവിടെ മതത്തിനതീതമായി ലോകത്തിന് എങ്ങനെ മതത്തിനും രാജ്യങ്ങൾക്കും അതീതം എന്ന നിലയിലേക്ക് പോകുന്നു, മതത്തിനും രാജ്യത്തിനും ഒക്കെ അതീതമായി എങ്ങനെ ലോകത്തെ ഒന്നിപ്പിക്കാം എന്നുള്ള വലിയ ശ്രമമാണ് വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ ഈ ഒരു മുൻകൈ എടുത്തുള്ള പ്രവർത്തനത്തിൽ കൂടി നമ്മൾ സാധ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപോലെ ശരീരത്തെയും ബോധത്തിനെയും മനസ്സിനെയും ക്ഷമതയോടുകൂടി പ്രവർത്തിപ്പിക്കാം എന്ന ഒരു സങ്കല്പമാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമമാണ് നമ്മൾ യോഗയിലൂടെ ചെയ്യുന്നത്. അതുവഴി ഒരാത്മാവ്, മനുഷ്യൻ, അവൻ്റെ ഓപ്റ്റിമം ഒരു ലെവലിലേക്ക്, ആത്യന്തികമായ ഒരു മികവിലേക്ക് അവന് ജീവിച്ച് ഏതിലും ഒരു കുശലത അത് ഉള്ളവനായിട്ട് തീരാൻ കഴിയും. ആ ഒരു കുശല ബുദ്ധിയിലേക്ക് എത്തുന്ന ആ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു മാതൃകയായിട്ടാണ് വാസ്തവത്തിൽ ശ്രീകൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയും. ശ്രീകൃഷ്ണൻ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു കൗശലപൂർവം എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്ഷമതയിലേക്ക് എത്തിക്കണം എങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിയും മനസ്സും ശരീരവും ഒരുപോലെ ക്ഷമതയുള്ളതായിരിക്കണം. അപ്പോൾ ആ ക്ഷമത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കുശലപൂർവ്വം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു കുശല ബുദ്ധിയിലേക്ക് എത്തിച്ചേർക്കുക എന്നതാണ് മതാതീതമായ ഒരു കാഴ്ചപ്പാടോടുകൂടി യോഗയിലൂടി നമ്മൾ ലോകത്തിന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സങ്കല്പം നമുക്ക് തരുന്ന ഒരു ആർജവം, ബലം, ഇത്രയും രോഗം കൂടി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അതുകൂടെ നോക്കുക. ഈ ഔഷധങ്ങൾക്ക്, കെമിക്കൽ മരുന്നുകൾക്ക് ഒക്കെ പലപ്പോഴും നമ്മുടെ രോഗങ്ങൾക്ക് മുമ്പിൽ, ഇന്ന് പുതിയ വൈറസുകൾക്ക് മുമ്പിൽ വെറുതെ നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടാണ് എത്തിയിട്ടുള്ളത്. അവിടെയൊക്കെ ശരീരത്തിന് നന്നായിട്ട് പ്രാണശക്തി ഉണ്ടായെങ്കിൽ, നല്ല പ്രാണശക്തി ഉണ്ടായെങ്കിൽ ഇതിനൊന്നിനും നമ്മളെ ശരീരത്തിന് തൊടാൻ പോലും കഴിയില്ല. അപ്പോൾ അതിന് മറ്റൊന്നും നമുക്ക് ആധുനിക ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുമില്ല. അവിടെ ആരോഗ്യമുള്ള ഒരു ശരീരത്തോടു കൂടി നല്ല പ്രാണശക്തി വർദ്ധിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഈ കൊറോണാനന്തര കാലത്ത് അത് വളരെ പ്രസക്തമാണ് എന്നും കൂടി ചിന്തിക്കുക. വളരെ പ്രസക്തമാണ്. പ്രാണശക്തിയുടെ വർധനവ് കൊണ്ട് മാത്രമേ, അതെങ്ങനെ വർദ്ധിപ്പിക്കുന്നു, അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ, ഇനി നമുക്ക് പ്രതിരോധിച്ച് കടന്ന് ജീവിച്ചു പോകാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു സാഹചര്യമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളെ കാണുക. ഇങ്ങനെയുള്ള സാധനാധിഷ്ഠിതമായിരിക്കുന്നത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള സാധനാ പദ്ധതികൾ ഒക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഹൈന്ദവ ധർമ്മത്തെ ഒരു മതവ്യവസ്ഥയുടെ ചട്ടക്കൂടിൽ പോലും ആചാര്യന്മാർ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നിഷ്ക്രിയമായിട്ടായിരിക്കുന്നത്. പലയിടത്തും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ് വാതരോഗങ്ങളാണ്. വാതരോഗങ്ങൾക്കൊക്കെ അടിസ്ഥാനം രക്തചംക്രമണം ഇല്ലാത്തതാണ്. രക്തവും വായുവും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു മോട്ടോർ പമ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് എയറിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ വെള്ളം തട്ടും, സ്പീഡിൽ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ തന്നെ തട്ടും, പിന്നെ അങ്ങോട്ട് വെള്ളം കടക്കില്ല. ഇത് നമുക്കൊക്കെ അനുഭവമാണ്. ഇതേ സ്ഥിതിയാണ് നമുക്ക് ശരീരത്തിനകത്ത് നിൽക്കുന്നത്. ശരീരത്തിനകത്ത് ഇങ്ങനെയുള്ള പല കേന്ദ്രങ്ങളിലും ഈ പ്രാണശക്തി ഇല്ലാതെ മുറിഞ്ഞു കിടക്കുന്ന വായു അറകളായിട്ട് കിടക്കുന്നുണ്ട്. ഈ വായു അറകൾക്ക് അപ്പുറത്തേക്ക് അതുകൊണ്ട് തന്നെ നീർക്കെട്ടുകളായിട്ട് മാറും. അവിടെ നീര് കെട്ടിക്കിടക്കും. നീർക്കെട്ടുകളായിട്ട് മാറിയിട്ട് അവിടേക്ക് രക്തസഞ്ചാരം, പ്രാണസഞ്ചാരം, പ്രാണഗതി ഇല്ലാതെ വരും. ഇതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ വരാത്ത അവസ്ഥ, കാലെല്ലാം തൂങ്ങിയ രീതിയിൽ ഇരിക്കുന്ന അവസ്ഥ ഒക്കെ വന്നിട്ട് ഇപ്പോൾ ശരീരത്തിന് ക്ഷമതയില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് മാറണമെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് രക്തവും വായുവും ഒക്കെ ഓടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാക്കണം. നമ്മളെന്താണ് നമ്മുടെ ഈ ആധുനിക വൈദ്യത്തിൽ കൂടെ അതിന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ശരീരത്തിന് എല്ലായിടത്തും നന്നായിട്ട് വായു ഓടണം, നന്നായിട്ട് രക്തം ഓടണം. എന്താ വഴി പറഞ്ഞു തന്നിട്ടുള്ളത്? ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല. നമുക്ക് കുറേ എക്സർസൈസുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവർ നല്ല സ്പീഡിൽ എക്സർസൈസ് ഒക്കെ ചെയ്താൽ കുറച്ചൊക്കെ ഉണ്ട്. ഇതല്ലാതെ ഓരോ കേന്ദ്രങ്ങളിലേക്ക്, ആ ഓരോ കേന്ദ്രബദ്ധത ഒരു കേന്ദ്രത്തെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്
ഓരോ കേന്ദ്രങ്ങളെയും അതിൻ്റെ ഗ്രന്ഥികളെയും ഉണർത്താൻ പര്യാപ്തമായ രീതിയിൽ പർട്ടിക്കുലർ ആസനമുറകളും പർട്ടിക്കുലർ ശ്വസനമുറകളും ശീലിച്ചുകൊണ്ട് നമുക്കിതിനെ ഓരോന്നിനെയും ഉണർത്തിയെടുക്കാം എന്നാണ് യോഗശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുക വഴി ആ കേന്ദ്രങ്ങൾ ഉണർത്തപ്പെടുക, ഓരോരോ ഗ്രന്ഥികളും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണർത്തപ്പെടുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ പറയുന്ന പ്രാണസഞ്ചാരവും വായുസഞ്ചാരവും രക്തസഞ്ചാരവും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം അതിൻ്റെ 90% രോഗാവസ്ഥകളിൽ നിന്നും മുക്തമായിട്ട് വരും. ഇതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട സംഗതി.